Hi, I am Roger Seuss, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 കേരളത്തിൽ മെഡിക്കൽ സെക്ടറിൽ ആൻഡ് മെഡിക്കൽ അലൈഡ് സെക്ടറിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ നമുക്ക് കീമു വഴി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളും പ്രൊഫൈൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ട ടൈം ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 13ലേക്ക് എൻട്രൻസ് കമ്മീഷണർ അനൗൺസ് ചെയ്തിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും കേരളത്തിൽ നിന്നും മെഡിക്കൽ സെക്ടറോ മെഡിക്കൽ അലൈഡ് കോഴ്സുകളോ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ എൻ്റർ ആയതിനു ശേഷം അവരവരുടെ കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് എൻ്റർ ആയതിനു ശേഷം നമ്മുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുക. ഈ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻട്രൻസ് കമ്മീഷൻ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ തന്നെ നമുക്ക് നോക്കാം. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് ലാസ്റ്റ് ചാൻസ് ടു റെക്ടിഫൈ ഡിഫെക്ട്സ് ഇൻ NRI ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോ, സിഗ്നേച്ചർ, നേറ്റിവിറ്റി ആൻഡ് നാഷണാലിറ്റി. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ടൈമാണ് എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 13 ട്യൂസ്ഡേയിൽ ഈവനിങ് 11:59 PM വരെയാണ് ലാസ്റ്റ് ടൈം അനുവദിച്ചിരിക്കുന്നത്. ഇത് രണ്ട് സെക്ടറാണ് വരുന്നത്. ഒന്ന് NRI ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് NRI സ്റ്റാറ്റസ് നേടുന്നത് എന്തിനാണ്? നമുക്കിവിടെ വരുന്ന കേരളത്തിൽ വരുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടർ ക്യാമ്പസുകളുടെ 15% സീറ്റ് എന്ന് പറയുന്നത് NRI സീറ്റാണ്. അപ്പോൾ ഈ NRI സീറ്റിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ NRI സ്റ്റാറ്റസ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആ സീറ്റിലേക്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ NRI സീറ്റ് റിസർവേഷൻ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള 5 ഡോക്യുമെൻസുകൾ കേരള എൻട്രൻസ് കമ്മീഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നാം അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. ഈ 5 ഡോക്യുമെൻസിൽ ഏതെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്തതാണെങ്കിൽ, ഏതെങ്കിലും കൃത്യത ഇല്ലാത്തതാണെങ്കിൽ അതൊക്കെ എൻട്രൻസ് കമ്മീഷണർ ഡിഫക്റ്റായി മെമ്മോ തന്നിട്ടുണ്ടാവും നമ്മുടെ പ്രൊഫൈലിൽ. അത് വെരിഫൈ ചെയ്തിട്ട് ഏത് സർട്ടിഫിക്കറ്റാണ് കറക്റ്റ് അല്ലാത്തതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് എഗെയിൻ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ് നമുക്ക് ഈ 13th വരെ തന്നിരിക്കുന്നത്. അപ്പോൾ NRI സ്റ്റാറ്റസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, നാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും അവരവരുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഫോട്ടോ, സിഗ്നേച്ചർ, നേറ്റിവിറ്റി ആൻഡ് നാഷണാലിറ്റി, ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യമുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ നേറ്റിവിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഒരു റിസർവേഷൻസും ഗവൺമെൻറ് സീറ്റുകളും നമുക്ക് ലഭിക്കത്തില്ല. നമുക്കൊരു കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 15% സീറ്റിലേക്ക് മാത്രമാണ് എലിജിബിലിറ്റി ലഭിക്കുക. അപ്പോൾ കേരളത്തിലെ നേറ്റിവിറ്റി ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ബർത്ത് പ്ലേസ് ഉള്ള, കേരളത്തിൽ തന്നെ ബർത്ത് പ്ലേസ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ SSLCയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നാം അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പേരൻസിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ കേരളത്തിൻ്റെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ. അപ്പോൾ എന്ത് ഡോക്യുമെൻറ്റ്സ് ആണോ നാം ആ സമയത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അതിൽ പ്ലേസ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെമ്മോ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്ത് നാം എഗെയിൻ അപ്ലോഡ് ചെയ്യുക. ഇതിനോടൊപ്പം നമ്മുടെ ഫോട്ടോ, ക്ലാരിറ്റിയുള്ള ഫോട്ടോ അല്ല നാം അപ്ലോഡ് ചെയ്തതെങ്കിൽ, സിഗ്നേച്ചറിൽ എന്തെങ്കിലും ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ, അതുപോലെ നാഷണാലിറ്റി, നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം, അതിന് വേണ്ടുള്ള ഡോക്യുമെൻസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻസുകൾ കറക്റ്റ് ചെയ്യാനുള്ള, വെരിഫൈ ചെയ്യാനുള്ള, നമ്മുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യാനുള്ള ടൈമാണ് 13th ഈവനിങ് 11:59 വരെ എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് മെഡിക്കൽ സെക്ടറിൻ്റെത്, MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റിൻ്റെത് 14th സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം ഈ 13 ഈ വെരിഫിക്കേഷൻസിൻ്റെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ 14th 15th തന്നെ കേരളത്തിലെ മെഡിക്കൽ സെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കേരളത്തിലെ കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം റിസർവേഷൻ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് നടക്കുന്നതിന് പാരലായിട്ട് തന്നെ ഓഗസ്റ്റ് 21 മുതൽ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം സെയിം പാരലായിട്ടാണ് പോകുന്നത്. ഇനി ഇപ്പോൾ എപ്പോഴും കേരളത്തിലെ അഡ്മിഷന് വേണ്ടിയിട്ട് മെഡിക്കൽ സെക്ടറിലോ അലൈഡ് കോഴ്സുകൾക്കോ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റായ MCCയുടെ വെബ്സൈറ്റും കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റും ഇതിനോടൊപ്പം
നമുക്ക് അതർ സ്റ്റേറ്റിലും നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. അതർ സ്റ്റേറ്റിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ, അത് തമിഴ്നാടിൻ്റെ ആവട്ടെ, കർണാടകത്തിൻ്റെ ആവട്ടെ, ഇന്ത്യ മുഴുവനുള്ള ഏത് സ്റ്റേറ്റുകളാവട്ടെ, ഓരോ സ്റ്റേറ്റിൻ്റെയും വെബ്സൈറ്റുകൾ ഓരോ വിദ്യാർത്ഥികളും അതർ സ്റ്റേറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനോടൊപ്പം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ വരുന്ന AFMCയുടെ ക്യാമ്പസിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ AFMCയുടെ വെബ്സൈറ്റ് നാം ചെക്ക് ചെയ്യുകയും അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ മനസ്സിലാക്കുകയും വേണം. അതിനോടൊപ്പം എയിംസിൽ ഒരു അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ അവിടുത്തെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ജിപ്മറിൻ്റെ ക്യാമ്പസിൽ അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ അവിടുത്തെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യണം. അതർ സ്റ്റേറ്റിലെ ഏറ്റവും നല്ല ക്യാമ്പസുകളായ തമിഴ്നാട്ടിലെ CMC വെല്ലൂരോ അല്ലെങ്കിൽ കർണാടകത്തിലെ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജോ ഇതുപോലുള്ള ക്യാമ്പസുകളുടെ വെബ്സൈറ്റുകൾ നാം കൃത്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ എല്ലാ വെബ്സൈറ്റുകളിലൂടെയും കൃത്യമായ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസും കൃത്യമായ അപ്ഡേറ്റ്സും ഒക്കെ മനസ്സിലാക്കി വേണം വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകാൻ. ഇതുപോലെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വിട്ടുപോയാൽ പോലും അതൊക്കെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ പേരൻസിനെ നമ്മൾ കൃത്യമായി അറിയിക്കുകയും ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ വന്നാൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇതിനോടൊപ്പം ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നു, സ്റ്റേറ്റ് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നു. അത് ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും സ്റ്റേ വേക്കൻസി വരെയുണ്ട്. ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കേണ്ട സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നമുക്ക് അതിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള സീറ്റുകൾ എങ്ങനെ നേടാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഓരോ അലോട്ട്മെൻറ്റിൻ്റെ ടൈമിലും നമ്മുടെ ഈ ചാനലിലൂടെ കൃത്യമായി പേരൻസിലേക്ക് അതിലുള്ള അലേർട്ടുകളൊക്കെ തന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഇതിലൂടെ ഒരു അഡ്മിഷൻ ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ പോലും വിഷമിക്കേണ്ട കാര്യമില്ല. നാം പഠിച്ച സബ്ജക്ട്സിൽ അല്ലെങ്കിൽ നാം പ്രിപ്പയർ ചെയ്ത മെത്തേഡിൽ ചെറിയ ചെറിയ പിഴവുകൾ വന്നതുകൊണ്ടാണ് നമുക്കത് വിൻ ചെയ്യാൻ പോയത്. അതുകൊണ്ട് നമ്മൾ ആരും പുറകിലേക്ക് പോകേണ്ടവരോ മോശക്കാരോ ഒന്നുമല്ല. നമ്മൾ ഇനിയും ട്രൈ ചെയ്താൽ വിജയിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. കൃത്യമായ മെത്തേഡിലൂടെ നാം കൗൺസിലിംഗ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുക, ഫീസുകൾ അടയ്ക്കുക, കൃത്യമായ ഡേറ്റുകൾ ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കേരളത്തിലെ ഒരു അഡ്മിഷൻ ലഭിക്കാൻ, മെഡിക്കലിനും അലൈഡിനും അഡ്മിഷൻ ലഭിക്കാനുള്ള പ്രൊഫൈൽ വെരിഫിക്കേഷനും, അതിനോടൊപ്പം തന്നെ നമുക്ക് ഓൾ ഇന്ത്യ നീറ്റ് എക്സാമിനേഷൻ എഴുതി എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. കേരളത്തിൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ നീറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റുമാണ് ഇന്ന് 12th എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ആരെങ്കിലും അത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് കേരള എൻട്രൻസ് കമ്മീഷയുടെ വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ യൂസ് ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ നമ്പരും റോൾ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ആയി നമ്മുടെ രജിസ്ട്രേഷൻ കീമിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക. ലാസ്റ്റ് ചാൻസ് പ്രൊഫൈൽ വെരിഫിക്കേഷൻ കൃത്യമാക്കാനുള്ള ലാസ്റ്റ് ചാൻസ് തന്നിരിക്കുന്നത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.